Welcome to Arcade Stories. താളം ഭാഗം 70. പ്രാരാബ്ദങ്ങളിൽപ്പെട്ട് ഇടയ്ക്ക് വെച്ച് നിന്നുപോയ റോസിന്റെ നൃത്തപഠനം പുനരാരംഭിക്കുന്നതിന് വേണ്ടി പിറ്റേ ദിവസം തന്നെ ശ്രീദേവി ടീച്ചറുടെ അടുത്ത് പോകുന്ന കാര്യം സംസാരിച്ചുറപ്പിച്ചിട്ടാണ് സേതുവും റോസും ഉറങ്ങാൻ കിടന്നത്. കിടന്ന അല്പസമയം കഴിഞ്ഞതും വാതിലിൽ തുടരെയുള്ള മുട്ടുകേട്ട് രണ്ടുപേരും എഴുന്നേറ്റത് ഒരുമിച്ചാണ്. എന്താണാവോ എന്ന് പരിഭ്രമത്തോടെ ചോദിച്ചും കൊണ്ട് സേതു വാതിൽ തുറക്കുമ്പോഴേക്കും റോസും അവനോടൊപ്പം എത്തിയിരുന്നു. വാതിൽ തുറന്നപ്പോ തൊട്ടുമുന്നിൽ പരിഭ്രമം നിറഞ്ഞ മുഖങ്ങളുമായി ശങ്കരന്മാരും വൃശ്ചികയും. എടാ, നമ്മുടെ പ്രജിത്ത് ആ ബിനുവിനെ കുത്തി. അച്ഛന്റെ വായിൽ നിന്നും പൊടുന്നനെ കേട്ട ആ വാർത്തയിൽ പകച്ചുപോയ സേതു തിരിഞ്ഞ് റോസിനെ നോക്കി. ബിജുവിനോട് അവൾക്ക് സ്വന്തം കൂടപ്പിറപ്പിനോടെന്നതുപോലുള്ള സ്നേഹമാണെന്ന് അവനറിയാം. കേട്ട വാർത്തയുടെ നടുക്കത്തിൽ പിന്നിലേക്ക് വേച്ചു പോയവൾ വീഴാതിരിക്കാൻ വാതിൽപ്പാളിയിൽ പിടിക്കാൻ ശ്രമിച്ചപ്പോ സേതു അവളെ താങ്ങി. അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്, നീ വേഗം വാ. അകത്തേക്ക് കയറിയ വൃശ്ചിക റോസിനെ താങ്ങിയപ്പോ സേതു ഹാങ്കറിൽ നിന്നും ഷർട്ട് എടുക്കാൻ തിരിഞ്ഞു. എന്താ പറ്റിയതച്ചാ? കരയും മട്ടിലായിരുന്നു റോസിന്റെ ചോദ്യം. അറിയില്ല മോളെ, പിള്ളേരെല്ലാവരും തൊടിയിലുണ്ടായിരുന്നു, എന്തോ വാക്ക് തർക്കം. ശങ്കരന്മാരാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും സേതു ഷർട്ടും ഇട്ട് ബൈക്കിന്റെ ചാവിയും എടുത്ത് തയ്യാറായി. ഞാനും വരുന്നുണ്ട്. കണ്ണുകൾ തുടച്ച് റോസ് നിർബന്ധം പിടിച്ചപ്പോ സേതു ആശങ്കയോടെ അവളെ നോക്കി. എന്നാ നീ പോയി അപ്പുറത്ത് നിന്ന് മോളുടെ കാർ എടുത്തോണ്ട് വാ, ഞാനും വരാം. അച്ഛൻ കൂടി പറഞ്ഞതോടെ കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ റോസിന്റെ വീട്ടിൽ നിന്നും കാർ എടുക്കാനായി സേതു മുറ്റത്തേക്ക് ഇറങ്ങി. വല്യമ്മ നെഞ്ചതടിച്ച് കരയുന്ന ശബ്ദം തറവാട്ടിൽ നിന്നും കേൾക്കാമായിരുന്നു. കൂട്ടത്തിൽ ചെറിയമ്മായി വല്യമ്മായി ആശ്വസിപ്പിക്കുന്ന ശബ്ദവും കേൾക്കാം. എന്താടി പറ്റിയേ? സേതു ഗേറ്റിനപ്പുറം പറഞ്ഞതും റോസിന്റെ ചോദ്യം വൃശ്ചികയുടെ നേർക്കായി. എന്താ കാര്യമൊന്നും അറിയില്ലടി, ഒപ്പിക്കൊണ്ടാ കുത്തിയെ. എന്റെ കർത്താവേ, അവന് കുഴപ്പമൊന്നും ഉണ്ടാവായിരുന്നാ മതി. നീ കണ്ടായിരുന്നു അവനെ? വയറിനാ കുത്തുകൊണ്ടത്. അത് കേട്ട് വീണ്ടും ഒഴുകാൻ തുടങ്ങിയ കണ്ണുകൾ തുടക്കുമ്പോഴേക്കും സേതു കാറുമായി എത്തി. കൂട്ടത്തിൽ ജോൺ കുഞ്ഞാച്ചൻ ഉണ്ടായിരുന്നു. ശങ്കരന്മാരും റോസും പിന്നിലേക്ക് കയറിയതോടെ സേതു കാർ പുറത്തേക്കെടുത്തു. അവർ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ കാഷ്വാലിറ്റിക്ക് മുന്നിൽ രമേശനും പ്രദീപും റിജുവും അർജുനും ചെറിയമ്മാവനും കൂടെ ഭാസ്കരൻ ഉൾപ്പെടെ നാട്ടുകാരിൽ കുറച്ച് പേരും നിൽപ്പുണ്ടായിരുന്നു. നടന്നു വരുന്ന സേതുവിനെയും കൂട്ടരെയും കണ്ടതോടെ അവരൊക്കെ അവർക്കരികിലേക്ക് വന്നു. എന്താടാ, എന്തായി? ആ കൂട്ടത്തിലേക്ക് നോക്കി സേതു ആരോടൊന്നില്ലാതെ ചോദിച്ചു. റോസിനെ കണ്ട കാശിയപ്പൻ അവൾക്കരികിലേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. കണ്ണു തുടച്ച് കരച്ചിൽ ഒതുക്കിക്കൊണ്ട് അവൾ കാശിയപ്പനോട് ചേർന്ന് നിന്നു. വയറിലാ കുത്തുകൊണ്ടിരിക്കുന്നേ, ഉടലിന് മുറിവുണ്ടെന്ന് തോന്നുന്നു എന്നാ ഡോക്ടർ പറഞ്ഞത്. സർജറി വിളിച്ചിട്ടുണ്ട്. രമേശൻ മറുപടി പറഞ്ഞപ്പോ സേതു കാഷ്വാലിറ്റിക്ക് മുന്നിൽ ചെന്ന് അകത്തേക്ക് എത്തി നോക്കി. എന്നിട്ട് പ്രജിത്ത് എങ്ങോട്ട് പോയി? ശങ്കരന്മാരാർ ചോദിച്ചത് കേട്ട് റിജു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. അവൻ പാടത്തേക്ക് ചാടിയെന്ന അർജുൻ പറഞ്ഞത്. ആന്റോയും കുറച്ചുപേരും കൂടി അവിടെയൊക്കെ നോക്കിയെങ്കിലും കണ്ടില്ലത്രേ. റിജു വിവരിച്ചത് കേട്ട് മറുപടി ഒരു മൂടലിൽ മാത്രം ഒതുക്കി ശങ്കരന്മാരും സേതുവിന് അരികിലേക്ക് ചെന്നു. അകത്തു നിന്നും നേഴ്സിനെ വിളിക്കാനുള്ള ബെല്ലിൽ വിരലമർത്തിയിട്ട് നിൽക്കുകയായിരുന്നു അവൻ. പുറത്തേക്ക് വന്ന നേഴ്സിനോട് കാര്യങ്ങൾ ചോദിച്ച് അവനെയും കൊണ്ട് നേഴ്സ് അകത്തേക്ക് പോയപ്പോ കാശിയപ്പൻ റോസിനെ കാഷ്വാലിറ്റിക്ക് മുന്നിലുള്ള കസേരയിലേക്ക് ഇരുത്തി. അപ്പോൾ ആ ഇടനാഴിയിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു കരച്ചിലുയർന്നു. ബിജുവിന്റെ അമ്മയായിരുന്നു അത്. നിലവിളിച്ച് കരഞ്ഞും കൊണ്ട് ഓടി വരുന്ന അവർക്ക് പിന്നാലെ ബിജുവിന്റെ അച്ഛനും വരുന്നുണ്ട്. കാർത്തിയായനി ചേച്ചിക്കും ഹരിഹരൻ ചേട്ടനും ബിജു ഒരൊറ്റ മോനേ ഉള്ളൂ എന്ന് ഓർത്തതും റോസും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥനയിൽ മുഴുകി. ശങ്കരന്മാരെ കണ്ടതും കാർത്തിയായനി കരഞ്ഞു വിളിച്ചുകൊണ്ട് മാരാരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്റെ ആശാനെ, എന്താ എന്റെ കൊച്ചിനെ പറ്റിയേ? എവിടെയാ അവൻ? ഇപ്പൊ എന്റെ കൊച്ചിനെ കാണണം. ഉറക്കെ കരഞ്ഞ അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ ശങ്കരന്മാരെ വിഷമിച്ച് നിൽക്കുമ്പോൾ കാശിയപ്പനും പ്രദീപും കൂടി അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ചേച്ചി, പേടിക്കാനും മാത്രമൊന്നുമില്ല, ചെറിയ മുറിവേ ഉള്ളൂ. കരച്ചിൽ വരുന്നുണ്ടെങ്കിലും അത് അടക്കി പിടിച്ചുകൊണ്ട് ഹരിഹരനും ഭാര്യയെ ആശ്വസിപ്പിച്ചു. കാർത്തു, നീ ഇങ്ങനെ കിടന്ന് കരയല്ലേടി. അതിനിടയിലാണ് കാർത്തിയായനി കസേരയിലിരിക്കുന്ന റോസിനെ കണ്ടത്. അതോടെ അവർ കരഞ്ഞും വിളിച്ചുകൊണ്ട് റോസിനരികിലേക്ക് ഓടി. എന്നാലും എന്റെ മോളെ, ചേച്ചിയുടെ കല്യാണമാണെന്നും പറഞ്ഞു ഒരാഴ്ച എന്നെ ചെറുക്കാൻ കിടന്ന് സന്തോഷിക്കാൻ തുടങ്ങിയിട്ട് ഒടുവിലത് ഇങ്ങനെ ആയല്ലോ മോളെ. വാവിട്ട് കരഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാൻ സാധിക്കാതെ റോസും കരച്ചിലായി. ആ സമയത്താണ് സേതു കാഷ്വാലിറ്റിക്ക് അകത്തു നിന്നും പുറത്തേക്ക് വന്നത്.
അവനെ കണ്ടതും ഹരിഹരനും ശങ്കരന്മാരും ബാക്കിയുള്ളവരും അവനെ പൊതിഞ്ഞു. പേടിക്കാനൊന്നുമില്ല, കുത്തൽപ്പം ആഴത്തിലായതുകൊണ്ട് ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വരുന്നേ ഉള്ളൂ. അയ്യോ, എന്റെ കൊച്ചിനെ കീറി മുറിക്കാൻ പോണേണ് എല്ലാരും കൂടി. അവന്റെ കാലിൽ മുട്ടുകൊണ്ടാ ഞാൻ സഹിക്കണ്ടില്ല. അങ്ങനെ വളർത്തിയ കൊച്ചനാത്തേ, എന്റെ ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കേ? കാർത്തിയായനുടെ കരച്ചിൽ ഉച്ചത്തിലായി. കാർത്തിയായനി ചേച്ചി പേടിക്കാനൊന്നുമില്ല. അവരുടെ അടുത്തേക്ക് ചെന്നിരുന്ന സേതു അവരെ ആശ്വസിപ്പിച്ചു. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാലേ ആ മുറി ഒന്ന് സ്റ്റിച്ചിടണം, അത്രേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഇവിടെയില്ലേ, ഇവിടെ പറ്റിയില്ലെങ്കിലും നമ്മൾ ഏത് ഹോസ്പിറ്റലാണെങ്കിലും അവനെ കൊണ്ടുവരികയും. ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണമെന്നേ. എന്നാലും എന്റെ സേതു, നിനക്കറിയാലോ, അവൻ ഒരുത്തനേ ഉള്ളൂ ഞങ്ങൾ. അവൻ എന്തേലും സംഭവിച്ചാ പിന്നെ എന്തിനാ ഞങ്ങള് ജീവിച്ചിരിക്കുന്നത്? എന്റെ കാർത്തു, നീ ഇത് എന്തോന്നായി പറയുന്നേ? കുഴപ്പമൊന്നുമില്ലെന്ന് സേതു പറഞ്ഞില്ലേ? ഹരിഹരൻ കുറച്ചൊന്ന് ഒച്ചയെടുത്തപ്പോ കാർത്തിയായനുടെ കരച്ചിൽ കുറഞ്ഞു. സേതു എഴുന്നേറ്റ് റോസിനപ്പുറം പോയിരുന്നു. അവളപ്പോഴും തേങ്ങിക്കരയുകയായിരുന്നു. ഹരിഹരന്റെ തോളിലേക്ക് തലചാരി കാർത്തിയായനെ ഏങ്ങലടിച്ചപ്പോ സേതു റോസിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ബാക്കിയുള്ളവർ കാഷ്വാലിറ്റിക്ക് മുന്നിലായി കൂടി നിന്ന് അടക്കം പറഞ്ഞു. അല്പനേരം കഴിഞ്ഞപ്പോ നേരത്തെ വന്ന ആ നേഴ്സ് വീണ്ടും പുറത്തേക്ക് വന്നു. ബിജുവിന്റെ കൂടെയുള്ളവരല്ലേ ഈ നിൽക്കുന്നേ? ആ ചോദ്യം കേട്ടതും കൂടി നിന്നവരെല്ലാവരും നേഴ്സിനെ പൊതിഞ്ഞു. തേങ്ങിക്കരഞ്ഞുകൊണ്ടിരുന്ന കാർത്തിയായനി ചാടി എഴുന്നേറ്റ് ആ നേഴ്സിന്റെ അടുത്തേക്ക് ഓടി. എന്റെ കൊച്ചെ, എനിക്ക് എന്റെ മോനൊന്ന് കാണാൻ പറ്റൂ. അവൻ എവിടെയാ ഉള്ളേ? അമ്മച്ചി വെറുതെ ഇങ്ങനെ കരഞ്ഞ് ബഹളമൊന്നും ഉണ്ടാക്കല്ലേ. മോന് കുഴപ്പമൊന്നുമില്ല. അവനെ ഞങ്ങളിപ്പോ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും. ഡോക്ടർ ഉടനെ വരുമെന്നാ പറഞ്ഞു കേട്ടോ. പേടിക്കണ്ട. ഇതുവഴി കൊണ്ടുപോകുമ്പോ അമ്മച്ചിക്ക് മോനെ കാണാം. കരയാതെ നിന്നേ. അമ്മച്ചി കരയുന്ന കണ്ട മോനും വിഷമാകത്തില്ലേ? അവർ കരച്ചിലടക്കിക്കൊണ്ട് തല കുലുക്കി. നിങ്ങളെ ഒരു റൂം എടുത്തിട്ട് അമ്മച്ചി വേണമെങ്കിൽ റൂമിലേക്ക് കൊണ്ടുവരുത്തിക്കൊള്ളു കേട്ടോ. ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ വന്ന് ആരും നിൽക്കണമെന്നില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ റൂമിലേക്ക് വിളിച്ചോളാം. എല്ലാവരും ഒരുമിച്ച് നിന്ന് തലകുലുക്കി. ശങ്കരന്മാരെ രമേശിനെയും വിളിച്ചുകൊണ്ട് ഹോസ്പിറ്റലിന്റെ മുൻവശത്തെ കൗണ്ടറിന്റെ അടുത്തേക്ക് നടന്നപ്പോ സേതു അർജുനെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, എന്താടാ ഉണ്ടായത്? അവൻ പരുങ്ങലോടെ ചുറ്റിനും നോക്കി. അജൂട്ട, നിന്നോടാ ചോദിച്ചത്. സേതുവിന്റെ ശബ്ദം കനത്തതും അവൻ അല്പം കൂടി അടുത്തേക്ക് നീങ്ങി നിന്നു. ചുറ്റിനുമൊന്ന് നോക്കി ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു, സേതുവേട്ട, പ്രജു റോസേച്ചയെ കുറിച്ച് അല്പം മോശമായിട്ട് സംസാരിച്ചു. പുള്ളിക്കാരിയെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയപ്പോ ബിജു തല്ലാൻ ചേർന്നതാ. ഞാൻ അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതാ. പക്ഷെ അവൻ എന്നെ കുടഞ്ഞെറിഞ്ഞിട്ടേ താഴെ കിടന്നിരുന്ന പ്രജുവിനെ ഒന്ന് ചവിട്ടി. അതോടെ എഴുന്നേറ്റ് അവൻ അരികിൽ കിടന്നിരുന്ന കുപ്പി പൊട്ടിച്ചങ്ങ് കയറ്റിയതാ. സംഭവിച്ചത് എന്താണെന്ന് കേട്ട സേതു അസ്വസ്ഥതയോടെ നെടുവീർപ്പിട്ടും കൊണ്ട് പല്ല് ഞെരിച്ചു. ആ സമയത്താണ് കാഷ്വാലിറ്റിയുടെ വാതിൽ തുറന്ന് ബിജുവിനെ സ്ട്രെച്ചറിൽ കിടത്തി പുറത്തേക്ക് കൊണ്ടുവന്നത്. ഷർട്ടൂരി മാറ്റി അവന്റെ വയറിൽ ഒരു വെച്ചുകെട്ടുണ്ടായിരുന്നു. സ്ട്രെച്ചറിന്റെ സൈഡിൽ തൂക്കിയ സ്റ്റാൻഡിൽ നിന്നും ഒരു IV ബോട്ടിൽ വഴി എന്തൊക്കെയോ മരുന്ന് അവന്റെ ഞരമ്പുകളിലേക്ക് തുള്ളി തുള്ളികളായി കയറുന്നുമുണ്ടായിരുന്നു. കരച്ചിലടക്കി നിൽക്കുകയായിരുന്ന കാർത്തിയായനി അവനെ കണ്ടതും വീണ്ടും കരഞ്ഞുകൊണ്ട് ആ സ്ട്രെച്ചറിനടുത്തേക്ക് ഓടി. ഹരിഹരനും സേതുവും ചേർന്ന് അവരെ പിടിച്ചു നിർത്തിയെങ്കിലും അവരുടെ കൈകളിൽ കിടന്ന് അവർ കുതിർന്നത് കണ്ടപ്പോ ആ നേഴ്സ് മറ്റൊരും കൂടി സ്ട്രെച്ചർ നിർത്തി. ചെറിയൊരു മയക്കം പോലെ ബിജു കണ്ണുകളടച്ച് കിടപ്പായിരുന്നു. കസേരയിൽ ഇരിക്കുകയായിരുന്ന റോസു എഴുന്നേറ്റ് അവന്റെ അരികിലേക്ക് ചെന്നു. മോനെ ബിജുക്കുട്ട. അമ്മയുടെ വിളി കേട്ടിട്ട് അവൻ ഞെരങ്ങിക്കൊണ്ട് മെല്ലെ കണ്ണുകൾ തുറന്നു. മങ്ങിയ കാഴ്ചയ്ക്ക് മുന്നിൽ കരഞ്ഞു നിൽക്കുന്ന അമ്മയെയും റോസിനെയും കണ്ട് അവന്റെ ചുണ്ടിൽ ഒരു വരണ്ട ചിരി തെളിഞ്ഞു. സേതു അവന്റെ തോളിൽ മെല്ലെ ഒന്ന് തട്ടി. പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഡോക്ടർ ഉടനെ വരും. പതിഞ്ഞ ശബ്ദത്തിലൊന്ന് മൂളിയിട്ട് അവൻ വീണ്ടും കണ്ണുകൾ അടച്ചു. നേഴ്സും അറ്റൻഡറും കൂടി ആ സ്ട്രെച്ചർ തള്ളിക്കൊണ്ട് നീങ്ങിയപ്പോ സാരി കടിച്ചു പിടിച്ച് കരച്ചിൽ ഒതുക്കിക്കൊണ്ട് കാർത്തിയായനിയും അവർക്ക് പിന്നാലെ റോസും ഹരിഹരനും അവരെ അനുഗമിച്ചു. അവർ കയറിയ ലിഫ്റ്റിന്റെ വാതിലുകൾ അടഞ്ഞപ്പോ ബാക്കിയുള്ളവർ മുകളിലേക്ക് കയറാനുള്ള പടികൾക്ക് നേരെ നടക്കുന്ന സമയത്താണ് സബ് ഇൻസ്പെക്ടർ ജോണും കുറച്ച് പോലീസുകാരും കൂടി കാഷ്വാലിറ്റിക്ക് മുന്നിലേക്ക് വരുന്നത് കണ്ടത്. അവരെ കണ്ട സേതുവും പ്രദീപും എന്ത് വേണമെന്ന ആലോചനയോടെ പരസ്പരം നോക്കി നിൽക്കുമ്പോൾ റിജു ഇൻസ്പെക്ടർ ജോണിന് നേർക്ക് നടന്നു. വെളുപ്പിന് ഓപ്പറേഷൻ കഴിഞ്ഞ് ബിജുവിനെ ICUവിലേക്ക് മാറ്റിയിട്ടാണ് സേതുവും റോസും ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം തിരികെ പോയത്. SI ജോൺ ഹരിഹരനോടും കാർത്തിയായനോടും രാത്രി തന്നെ സംസാരിച്ചെങ്കിലും തങ്ങൾക്ക് പരാതിയൊന്നുമില്ലെന്നവർ പറഞ്ഞതോടെ ജോണും കൂട്ടരും തിരികെ പോയിരുന്നു. ഹോസ്പിറ്റലുകാർ പ്രശ്നമുണ്ടാക്കാതെ നോക്കിക്കൊള്ളാമെന്ന് റിജുവും ഉറപ്പു കൊടുത്തതോടെ ഹോസ്പിറ്റലിന് മുന്നിലുള്ള ബൂത്തിൽ നിന്നും സർക്കിൾ ഇൻസ്പെക്ടർ ശിവദാസനെ വിളിച്ച് സംസാരിച്ചിട്ട് ജോൺ ആ കേസ് ക്ലോസ് ചെയ്തു.
കാലത്ത് ഡോക്ടർ ഐസിയുവിലേക്ക് വന്ന ശേഷം കാർത്തിയാനിക്ക് പുറകെ ഡോക്ടറുടെ പ്രത്യേക അനുവാദത്തോടെ റോസും ഐസിയുവിൽ കയറി ബിജുവിനെ കണ്ടു. അവൾ കയറി ചെല്ലുമ്പോൾ അവൻ മയക്കത്തിലായിരുന്നു. IV ബോട്ടിലിൽ നിന്നും കാനുലയിൽ കൂടി അവന്റെ കയ്യിലേക്ക് കയറുന്ന മരുന്നുതുള്ളികൾ നോക്കി നിൽക്കെ അപ്പച്ചനും അമ്മച്ചിയും ഇല്ലാതായ മനസ്സിന്റെ ശൂന്യതയിലേക്ക് രക്തബന്ധത്തിനും മേലെ നിൽക്കുന്ന ബന്ധങ്ങളും ഉണ്ടെന്ന് തെളിയിച്ചുകൊണ്ട് കയറി വന്നവരിൽ ഒരുവനാണല്ലോ മുന്നിൽ കിടക്കുന്നതെന്നോർക്കെ അവളുടെ കണ്ണുകളും നിറഞ്ഞു തുളുമ്പി. ഇന്നിതാ അവൻ തനിക്ക് വേണ്ടി അടികൂടി കുത്തുകൊണ്ട് കിടക്കുന്നു. അല്പം കൂടി ഒന്ന് മാറിപ്പോയിരുന്നെങ്കിൽ ആ കുപ്പിയുടെ അറ്റം അവന്റെ ഹൃദയം തുളച്ചേനെ എന്നാ ഡോക്ടർ പറഞ്ഞത്. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന അവന്റെ അനുസരണമില്ലാത്ത മുടിയിഴകളിൽ ഒന്ന് തലോടിയിട്ട് കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. രജിത്ത് എവിടെയാന്ന് വല്ല വിവരവും കിട്ടിയ സേതുവേട്ടാ? വീട്ടിലേക്ക് തിരികെയുള്ള യാത്രക്കിടയിലായിരുന്നു റോസിന്റെ ചോദ്യം. സേതുവിന്റെ ഇടതുവശത്ത് കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുകയായിരുന്ന ഹരിഹരനും അവന്റെ മറുപടിക്കായി ആകാംക്ഷയോടെ നോക്കി. ഹോസ്പിറ്റലിൽ നിൽക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ എടുക്കാൻ അവർക്കൊപ്പം പോന്നതായിരുന്നു അയാൾ. അറിഞ്ഞിട്ടില്ല. പ്രദീപും രമേശനും അന്വേഷിക്കുന്നുണ്ട്. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. പോലീസിനോട് പരാതിയില്ലെന്ന് പറഞ്ഞെങ്കിലും അവനെ കൈ കിട്ടിയ ഞാനൊന്ന് പെരുമാറും കേട്ടോ സേതു. ഹരിഹരൻ പറഞ്ഞതിന് മറുപടി പറയാതെ സേതു കാർ ഓടിച്ചു. അയാളെ വീട്ടിലാക്കിയിട്ടാണ് സേതുവും റോസും ഭാര്യയിടത്തേക്ക് എത്തിയത്. തറവാടിന്റെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നെങ്കിലും സേതുവിന്റെ വീടിന് മുന്നിലെ വരാന്തയിൽ ശങ്കരന്മാരും ചെറിയമ്മാവനും ചെറിയമ്മായും ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. കാര്യമായിട്ടെന്തോ സംസാരിച്ചു കൊണ്ടിരുന്നവർ കയറി വന്ന സേതുവിനെയും റോസിനെയും കണ്ടതോടെ സംസാരം നിർത്തി. സംസാരിച്ചു കൊണ്ടിരുന്നത് എന്തെന്നറിയാനുള്ള ഭാവത്തോടെ സേതു അവിടെ നിന്നപ്പോ റോസ് അകത്തേക്ക് കയറിപ്പോയി. അവൾക്ക് പിന്നാലെ വൃശ്ചികയും അകത്തേക്ക് കയറി. നീ പോയി പല്ലൊക്കെ തേച്ചിട്ട് വാ സേതു, സംസാരിക്കാനുണ്ട്. ശങ്കരന്മാരാർ പറഞ്ഞത് കാര്യമാക്കാതെ സേതു അരമതിലേക്ക് കയറിയിരുന്നു. പല്ലൊക്കെ തേച്ചോളാം, അച്ഛൻ കാര്യം പറയും. അച്ഛൻ വല്യമ്മയെ നോക്കുന്നതും വല്യമ്മ സങ്കടഭാവത്തോടെ തന്നെ ഒന്ന് നോക്കിയിട്ട് മുഖം കുനിക്കുന്നതും കണ്ടതോടെ പ്രജിത്തിനെ സംബന്ധിക്കുന്ന കാര്യമെന്തോ ആണെന്ന് അവന് മനസ്സിലായി. എന്തേ, പ്രജിത്തിനെ കണ്ടുകിട്ടിയോ? ഉള്ളിൽ തോന്നിയ സംശയം അവൻ ചോദിച്ചു. അവൻ വന്നിട്ടുണ്ട്. ആരോടൊന്നില്ലാതെ ചെറിയമ്മായി പറഞ്ഞപ്പോ സേതു അരമതലിൽ നിന്നും എഴുന്നേറ്റു. അവന്റെ ഉദ്ദേശം മനസ്സിലായതുപോലെ ശങ്കരന്മാരാൾ ശബ്ദമുയർത്തി. നീ ഇതെങ്ങോട്ടാ? ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം. നീ ഇവിടെ ഇരിക്കേ, ചൊല്ലിക്കൊടുക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. പിന്നെ എന്ത് വേണമെന്ന് അച്ഛൻ പറയുന്നേ? അവര് പരാതി ഒന്നുമില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ നിൽക്കാം. ഇല്ല ഇപ്പോഴേ ജാമ്യത്തിലെടുക്കാനോട് ഒന്ന് ആള് പോവേണ്ടി വന്നേനെ. അവൻ വന്ന് അകത്ത് കയറി വാളടച്ചിരിപ്പുണ്ട്. രമേശന്റെ ശബ്ദമുയർന്നു. ബേക്കറിയും അവന്റെ സ്ഥലമൊക്കെ വിറ്റിട്ടേ അവരുടെ ഒന്ന് പോകാൻ പോവുകയാണെന്ന്. സേതുവിന്റെ നോട്ടം വല്യമ്മയുടെ നേർക്ക് ചെന്ന് വീണു. മുഖം കുനിച്ചിരിക്കുകയായിരുന്ന അവർ കരയുകയാണെന്ന് അവന് മനസ്സിലായി. വല്യമ്മേ, അന്ന് റോസിന്റെ കാര്യത്തിലേ വല്യമ്മ എതിർത്തപ്പോ എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നിയതാ. പക്ഷെ ഇപ്പോ അതൊക്കെ നന്നായി എന്നാ തോന്നുന്നേ. ഇല്ല, ആ റോസിന്റെ കണ്ണീര് കൂടെ ഇവിടെ വീണേനെ. അവൻ പറഞ്ഞതിന് മറുപടിയില്ലാതെ എല്ലാവരും നിശബ്ദരായി. ഇനിയിപ്പോ ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആ കൊച്ചിന്റെ ഗതി എന്താവുന്ന എനിക്ക് പേടി. എന്തിനാ സേതു ഇങ്ങനെയൊക്കെ പറയുന്നേ? വല്യമ്മ കണ്ണുകൾ തുടച്ചു. എന്തൊക്കെ ആയാലും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? മോനായി പോയില്ലേ. അല്പനേരം മിണ്ടാതിരുന്നതിന് ശേഷം സേതു എഴുന്നേറ്റ് വല്യമ്മയുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ തോളിൽ വട്ടം പിടിച്ചു. വല്യമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ എങ്ങനെയാ പറയാതിരിക്കുന്നേ? വല്യമ്മ ഏങ്ങലടിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. വിറ്റ് പോകുന്നെങ്കിൽ അവൻ പൊയ്ക്കോട്ടെ വല്യമ്മേ. അകന്നിരിക്കുകയാണെങ്കിൽ ബന്ധങ്ങൾ ചിലപ്പോൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയേക്കാം. ഇവിടെ തന്നെ ഇവൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിലേ ഇനി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉള്ളിൽ ഒതുങ്ങിയെന്ന് വരത്തില്ല. അത് സേതു പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു കേട്ടോ. അവൻ ഇവിടെ താമസിക്കാതിരിക്കുന്നതാ ഉചിതം. കുറച്ചു നാള് മാറി താമസിച്ചാലേ അവന്റെ മനസ്സൊന്ന് മാറിയേക്കും. മാറി താമസിക്കണമെങ്കിൽ മാറിക്കൊണ്ട് ചെറിയമ്മാവ. പക്ഷെ അതിനാ ബേക്കറി സ്ഥലമൊക്കെ വിൽക്കേണ്ട കാര്യമുണ്ടോ? അതെല്ലാം വിറ്റ് കളഞ്ഞിട്ടേ ഇനി ഒരിക്കലും തിരിച്ചാ സ്ഥലം വാങ്ങണമെന്ന് വിചാരിച്ചാ ചിലപ്പോ കൂട്ടിയാ കൂടില്ല. രമേശന്റെ അഭിപ്രായം കേട്ട് ഇരുന്നതല്ലാതെ സേതു അതിൽ ഇടപെട്ടില്ല. ആ, എന്തായാലും തീരുമാനിച്ചതുപോലെ കല്യാണങ്ങളൊക്കെ അങ്ങ് നടക്കട്ടെ. അത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ തീരുമാനം എന്താണോ അതുപോലെ ആവട്ടെ. ആരും അതിനെതിരെ അഭിപ്രായം ഒന്നും പറയാൻ പോകണ്ട. അച്ഛന്റെ തീരുമാനം കേട്ടതും സേതു എഴുന്നേറ്റു. ഇനി ആ കൊച്ചിന്റെ ഗതി എന്താവെന്ന് ഓർത്തിട്ടാ. വൃശ്ചികയുടെ ആ വാക്കുകൾ കേട്ടും കൊണ്ടാണ് സേതു മുറിക്കകത്തേക്ക് കയറി ചെന്നത്. അവനെ കണ്ട് കട്ടിലിരിക്കുകയെന്ന റോസും വൃശ്ചികയും എഴുന്നേറ്റു. ആരുടെ കാര്യം എടീ പറയുന്നേ? അവൻ ചോദിച്ചു. പ്രജിത്ത് വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയുടെ കാര്യം തന്നെയാ സേതുവേട്ടാ. റോസാണ് മറുപടി പറഞ്ഞത്.
അവൾ പറഞ്ഞതിന് മൂളി കൊടുത്തിട്ട് ഷർട്ടിന്റെ ബട്ടണുകൾ അവൻ അഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും വൃശ്ചിക അവരുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവനവന്റെ ആ സ്ഥലവും ബേക്കറിയും ഒക്കെ വിറ്റിട്ട് ഇവിടെ നിന്ന് പോകാൻ പോവുകയാണത്രേ. ഷർട്ട് ഹാങ്കറിൽ തൂക്കുന്നതിനിടയിൽ സേതു പറഞ്ഞത് കേട്ട് അലമാരയിൽ നിന്നും തോർത്തെടുക്കുകയായിരുന്ന റോസ് തിരിഞ്ഞു നിന്നു. അത് നമുക്കങ്ങ് മേടിച്ചാലോടാ. തറവാട്ടുവക സ്വത്ത് മറ്റാരുടെയെങ്കിലും കയ്യിൽ പോകുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മൾ തന്നെ വാങ്ങുന്നത്. അതിന് മറുപടി പറയാതെ അവൾ കയ്യിലിരുന്ന തോർത്തിന്റെ തുമ്പുകൊണ്ട് വിരലിൽ കുരുക്കിട്ട് നിന്നതേ ഉള്ളൂ. നീ എന്താ ഒന്നും പറയാതെ? അത് വേണ്ട സേതുട്ടാ. എന്തേ? ആ പ്രജിത്തിന്റെ സ്വഭാവം വെച്ച് കാശ് കൊടുത്തു വാങ്ങിയാലും ശരി, ഒരു പ്രശ്നമുണ്ടായ നമ്മൾ അങ്ങരുടെ സ്വത്ത് തട്ടിയെടുത്തുന്നേ പുള്ളിക്കാരൻ പറയൂ. അത് നീ പറയുന്നത് ശരിയാ. അവൻ അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാ പറഞ്ഞ് ആ സ്വത്ത് നമുക്ക് വേണ്ടെന്ന്. സേതുട്ടൻ പോയി കുളിച്ചിട്ട് വരൂ. ഒന്നുകൂടി ഹോസ്പിറ്റലിൽ പോകാനുള്ളതല്ലേ. നീ വേണമെങ്കിൽ അകത്ത് വിളിച്ചോ, ഞാൻ പുറത്ത് വിളിച്ചോളാം. വേണ്ട, സേതുട്ടൻ കുളിച്ചിട്ട് ഞാൻ കുളിച്ചോളാം. അവൾ കയ്യിലിരുന്ന തോർത്ത് നീട്ടിയപ്പോ അതും അലമാരയിൽ നിന്നും മാറാനുള്ള വസ്ത്രങ്ങളും എടുത്തിട്ട് അവൻ ബാത്റൂമിലേക്ക് കയറി. വീട്ടിൽ പോയി തയ്യാറായി വന്ന ഹരിഹരനെയും കൂട്ടി സേതുവും രമേശനും കൂടി വീണ്ടും ആശുപത്രിയിലേക്ക് പോയപ്പോ വീട്ടിലേക്ക് ഇറങ്ങിയതായിരുന്നു റോസ്. അവൾ ചെല്ലുമ്പോ സ്റ്റെല്ല കുഞ്ഞമ്മയും കുഞ്ഞാച്ചനും ജെസിയും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്റെ റോസ കൊച്ചെ, ഞാൻ നിന്നെ നോക്കി നിൽക്കുകയായിരുന്നു. കണ്ട പാടെ അവളെ പിടിച്ച് അകത്തേക്ക് ഇരുത്തിയിട്ടാണ് സ്റ്റെല്ല കുഞ്ഞമ്മ പറഞ്ഞത്. ആ സേവിച്ചനെയും വിൽസനെയും പൂവിട്ട് പൂജിക്കണം കേട്ടോ. അവന്മാർ അന്ന് വന്ന ആ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ടല്ലേ ആ പ്രജിത്ത് എന്ന് പറഞ്ഞതിനുമായിട്ടുള്ള നിന്റെ കെട്ട് നടക്കാതിരുന്നേ. ഇല്ലേ ഇപ്പൊ എന്നാ സമാധാനത്തോടെ ജീവിക്കാനായിരുന്നു. എന്റെ കൊച്ചേ, ഓർത്തിട്ട് മനുഷ്യന്റെ കയ്യും കാലും വിറക്കണ്. കുഞ്ഞമ്മയുടെ പരവേശം കണ്ട് റോസ് ചിരിച്ചു. അതിന് കുഞ്ഞമ്മ എന്തിനാ വിഷമിക്കുന്നേ? ആ കല്യാണം നടന്നില്ലല്ലോ. അതെ, അത് തന്നെയാ പറഞ്ഞ്. എല്ലാം കർത്താവിന്റെ കൃപ. ഇനിയിപ്പോ തൊട്ടടുത്ത വീട്ടിൽ ഇതുപോലൊരുത്തൻ താമസിക്കുമ്പോ നീ എന്ത് ധൈര്യത്തോടെ അപ്പുറത്ത് കഴിയും മോളെ? അതൊന്നും കുഴപ്പമില്ല കുഞ്ഞമ്മേ. അവൾ കുഞ്ഞമ്മയെ സമാധാനിപ്പിക്കുന്നതിനിടയിലാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. എല്ലാവരുടെയും നോട്ടം തുറന്നു കിടന്നിരുന്ന വാതിലിന് നേർക്ക് നീണ്ടു. അവിടെ നിന്നിരുന്ന പെൺകുട്ടിയെ കുഞ്ഞമ്മയ്ക്കും കുഞ്ഞാച്ചനും ജെസിക്കും മനസ്സിലായില്ല. പക്ഷെ അവളെ കണ്ട റോസിന്റെ മുഖം ചുളിഞ്ഞു. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക്